പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക. നിങ്ങൾ ഏവരും അറിഞ്ഞിട്ടുണ്ടാവും കേസ് വിജ്ഞാപനം ഉടനെ ഉണ്ടാകുമെന്ന സൂചനയൊക്കെ അല്ലേ. ഇപ്പോൾ PSC ഔദ്യോഗികമായിട്ട് വിജ്ഞാപനം പുറത്തിറക്കി കഴിഞ്ഞു അല്ലെ. അതായത് വാർത്താക്കുറിപ്പ് ഇറക്കി കഴിഞ്ഞു. 2025 മാർച്ച് 7 എന്ത് ചെയ്യും? നോട്ടിഫിക്കേഷൻ പുറത്തിറക്കും. റാങ്ക് ലിസ്റ്റ് 2026 ഫെബ്രുവരി 16 പ്രസിദ്ധീകരിക്കും. അതായത് കൃത്യമായിട്ട് പറഞ്ഞാല് 1 വർഷത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ പരീക്ഷയിലേതുപോലെ തന്നെ മാറ്റമൊന്നുമില്ല. പ്രിലിമിനറി 2 പരീക്ഷ ഉണ്ടാവും. ആ 2 പരീക്ഷയും എന്ന് നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് 2025 ജൂൺ 14 നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. രാവിലെയും ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ നടത്തിയിരുന്നത്. ഓക്കെ. പിന്നെ മെയിൻസ് പരീക്ഷ അതിന്റെ ഡേറ്റ് സുതം പറഞ്ഞിട്ടുണ്ട്. 2025 ഒക്ടോബർ 17, 18 തീയതികളിൽ മെയിൻസ് പരീക്ഷ നടത്തും. മെയിൻസ് എന്ന് പറയുന്ന 3 പേപ്പർ വിശദമായ രീതിയിൽ വിവരണാത്മക പരീക്ഷയാണ്. അത് നമുക്ക് എഴുതേണ്ടി വരിക. ഇനി അതിന്റെ ലിസ്റ്റ്, അതായത് മെയിൻസ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പൂർത്തിയാക്കി ജനുവരി മാസത്ത് എന്ത് നടത്തും? ഇന്റർവ്യൂ നടത്തുകയും 2026 ജനുവരിയിൽ ഇന്റർവ്യൂ പൂർത്തീകരിച്ചുകൊണ്ട് ഫെബ്രുവരി 16 തീയതി എന്ത് ചെയ്യും? റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുക. പരീക്ഷയുടെ അന്തിമ പരീക്ഷയുടെയും പ്രാഥമിക പരീക്ഷയുടെയും അന്തിമ പരീക്ഷയുടെയും സിലബസ് മാർച്ച് 7 തീയതി വരുന്ന നോട്ടിഫിക്കേഷനിൽ അതോടൊപ്പം ഉള്ളടക്കം ചെയ്യുമെന്നും പരാമർശമുണ്ട്. അപ്പോ ഈ ഒരു അവസരം സുവർണ അവസരമാണ്. ഒരിക്കലും പാഴാക്കരുത്. കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക. ഇനി ഏറ്റവും അവസാനമായിട്ട് ഒരു ക്ലാസ് കൂടെ അവിടെ പറയുന്നുണ്ട്. നോക്കിയേ, പ്രാഥമിക പരീക്ഷയിലും അന്തിമ പരീക്ഷയിലും ഇംഗ്ലീഷ് ചോദ്യത്തോടൊപ്പം അതിന്റെ മലയാള പരിഭാഷയും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തമിഴ് കന്നഡ പരിഭാഷയും ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അല്ലെങ്കിൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തമിഴിലോ കന്നഡയിലോ ഉത്തരം എഴുതാൻ സാധിക്കും. കഴിഞ്ഞ വർഷം ഇതിന്റെ പേരിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. മെയിൻസ് മലയാളത്തിൽ എഴുതാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട്. മെയിൻസ് മലയാളത്തിൽ എഴുതിയ കുറച്ചു പേരുണ്ട്. അതിൽ 4 പേര് ഇപ്പൊ സർവീസിലുമുണ്ട് എന്നതാണ് വസ്തുത. അതുകൊണ്ട് മലയാളമോ ഇംഗ്ലീഷോ എന്നത് വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് ഏതാണോ ഉചിതമായ ഭാഷ അതിൽ പഠിച്ച് മുന്നേറുക. പ്രത്യേകിച്ച് സെക്രട്ടറി അസിസ്റ്റന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ്. കാരണം സിലബസ് ഒക്കെ ഏകദേശം അത് തന്നെ ആയിരിക്കും. അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക. പ്രിലിമിനറിയോടൊപ്പം മെയിൻസ് എന്ന കടമ്പ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ കൃത്യമായി പഠിക്കുക. ഈ ഒരു അവസരം ഒരു കാരണവശാലും നിങ്ങൾ പാഴാക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? അപ്പൊ സമ്പൂർണ്ണമായി പഠിക്കുക, കൃത്യമായി മുന്നോട്ട് പോകുക. താങ്ക് യു.